ഹിജാബ് ഇട്ട് സ്കൂളിൽ പോകുന്ന മകളും ഹിജാബ് കണ്ട പേടിച്ച സിസ്റ്റർക്കുള്ള അവാർഡ് നൽകുന്ന റോട്ടറി ക്ലബിനെയും രണ്ട് വാർത്തകളായി ഇന്ന് കണ്ടതാണ്. അതിൽ ഹിജാബ് ഇട്ട് പോകുന്ന ആ കുട്ടിയുടെ പിതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, മക്കൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് തന്നെ അവളുടെ തലയിൽ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്നുറപ്പുള്ള കലാലയത്തിലേക്ക്. പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ, നന്ദിയോടെ വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ. വളരെ മനോഹരമായ കുറിപ്പാണ്. അദ്ദേഹം ബോട്ടിൽ എന്തൊക്കെയോ പണിക്ക് പോകുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യരുടെ ഉൾക്കാഴ്ചകളെ നമ്മൾ ചിലതിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ആത്മാഭിമാനം ഏറ്റവും വലുതാണ്. ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ പിന്നെ എത്ര വലിയ സ്ഥലത്ത് നിന്നും നമ്മൾ ഇറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു മനസമാധാനമാണ്, അതിനേക്കാൾ ഉപരി ഒരു വലിയ സന്ദേശമാണ്. അത് വേറെ ആരെയും ഇകഴ്ത്തിക്കൊണ്ട് വേണ്ട, ഒന്നിനോടും കലഹിച്ചും വേണ്ട. പക്ഷേ തിരിച്ചടികളുടെ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ആ തിരിച്ചടികളുടെ ഒരു ഊർജ്ജത്തെ നമ്മൾ ഒരു കരുത്തായി ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിലൊക്കെ, എൻ്റെ ഉള്ളിലൊക്കെ എന്നെ മുന്നോട്ട് നടത്തിയത് എനിക്ക് പലയിടങ്ങളിൽ നിന്ന് കിട്ടിയ തിരിച്ചടികളും ഇകഴ്ത്തലുകളും ഇറക്കിവിടലുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ അവജ്ഞയോടെ നോക്കുന്ന ഒരു നോട്ടവുമൊക്കെയാണ് പിൽക്കാലത്ത് കരുത്തോടെ എനിക്കിഷ്ടമുള്ള അത്രയും ഇഷ്ടമുള്ളതെല്ലാം ഇഷ്ടം പോലെ ചെയ്ത് ജീവിക്കുന്നൊരു ജീവിതത്തിലേക്ക് നയിച്ചത്. അങ്ങനെയാണ് ജീവിതത്തെ കാണേണ്ടത്. ഞാൻ ഈ കുറിപ്പ് കണ്ടപ്പോൾ പ്രാർത്ഥനയോടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയത് ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് ആകസ്മികമായി പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോയൊരു ഉത്തരവാണ്. അതൊരു വള്ളത്തിൽ കയറി അക്കരെ കടക്കുന്ന ഒരവസ്ഥയിലാണ്. ഒരു മനുഷ്യൻ ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജനിച്ച് ഈ ഭൂമിയിലേക്ക് തിരിച്ചറിവോടെ കയറുന്നത് വലിയ ദീർഘമായ, എപ്പോൾ അതിൽ നിന്ന് ഇറങ്ങണമെന്നറിയാത്ത, തീരമണയാനുള്ള ഒരു യാത്രയുടെ ഒരു 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 യാത്രയിൽ ഒരു വള്ളത്തിലേക്ക് കയറുകയാണ്. ആ വള്ളമാണ് ഈ ജീവിതമെന്ന് പറയുന്നത്. അതിനുള്ളിൽ നമ്മൾ കയറി ഇരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥന വേണം, നമുക്ക് നന്ദി വേണം, നമ്മുടെ കർമ്മങ്ങൾ ശരിയാണോ എന്നുള്ള ആലോചന വേണം. ഇതെല്ലാം നമ്മൾ വേണം. നമ്മളൊരു ലക്ഷ്യത്തെ സ്വപ്നം കാണുകയും വേണം. ആ ലക്ഷ്യം നമ്മുടെ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ താല്പര്യവും കൂടി കണക്കിലെടുത്തായിരിക്കും ആ ലക്ഷ്യം ഫിക്സ് ചെയ്യുക. പക്ഷേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഒരു പ്രാർത്ഥന കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ കരുത്തുകൊണ്ടോ ഒന്നുമല്ല. ആരെങ്കിലും അങ്ങനെ ഒരു നല്ല തീരത്തെത്തിയിട്ട് അതെൻ്റെ കരുത്തായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണെന്നൊക്കെ പറയുന്നെങ്കിൽ എങ്ങനെ ചെയ്തു എന്നറിയാത്ത ഒരു വിഡ്ഢിയുടെ ജൽപ്പനം മാത്രമാണത്. യഥാർത്ഥത്തിൽ നമ്മളതിൽ ചെയ്യണം, നമ്മുടെ ഒരു ഭാഗമുണ്ട് എന്നൊക്കെ പറയുന്നതിനോട് കൂടി തന്നെ നമ്മുടെ ഭാഗത്തിനേക്കാൾ അപ്പുറത്ത് ഈ വള്ളത്തെ നിയന്ത്രിക്കുന്ന ഒരു തുഴച്ചിലുകാരനുണ്ട്, കാറ്റുണ്ട്, കാലാവസ്ഥയുണ്ട്, വെള്ളത്തിൻ്റെ കയറ്റിറക്കങ്ങളുണ്ട്, ഈ തിരമാലകളുടെ അല്ലെങ്കിൽ വെള്ളം ഏറ്റവും ഇറക്കവും എന്ന് പറയുന്ന ആ വ്യത്യാസങ്ങളുണ്ട്. ഇതിലാണ് ഇങ്ങനെ കുലുങ്ങി 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 നമ്മുടെ ജീവിതമാകുന്ന ഈ ബോട്ട് സഞ്ചരിച്ച് അങ്ങോട്ട് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തീരത്ത് തന്നെ എത്തിയേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടെടുത്ത് എത്തിയേക്കാം, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേസ്റ്റായിട്ടുള്ളിടത്ത് എത്തിയേക്കാം. അങ്ങനെ വേസ്റ്റായിട്ട് എത്തുന്നവനെ ഈ നല്ല തീരത്തണഞ്ഞവൻ, ഞങ്ങൾ ഒരുമിച്ചൊരു ജീവിതമാകുന്ന ബോട്ടിൽ യാത്ര ചെയ്തവരാണ്, അവൻ വേസ്റ്റ് തീരത്തെത്തിയത് അവൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല, അവനെയും സൃഷ്ടിച്ചത് എന്നെപ്പോലെ തന്നെയാണ്, അവനുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവുക, ആഗ്രഹിച്ചിട്ടുണ്ടാകുക എൻ്റെ വഴി തന്നെയാണ്. പക്ഷേ അവൻ എത്താതിരുന്നത് എത്തിയ എനിക്കുള്ള ഒരു പരീക്ഷണമാണ്. ഞാനാണ് അവനെ ചേർക്കേണ്ടത്, ഞാനാണ് അവനെ കൈപിടിക്കേണ്ടതെന്ന് പറയുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ സഹായിക്കണം, നമ്മുടെ ഉത്തരവാദിത്തമായി. അങ്ങനെയാണ് ജീവിതത്തെ ഞാൻ കണ്ടത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ഏതായാലും ഈ മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഡിഗ്നിറ്റിയോടെ തല ഉയർത്തി, ഏത് കുട്ടിയും ഏത് രക്ഷകർത്താവും അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന ഒന്നിനോടും ടോളറേറ്റ് ചെയ്യേണ്ട ഒരു ലോകമല്ലത്. അതിന് പുറത്തൊരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് സഞ്ചരിക്കാനാവണം. പിന്നെ രണ്ടാമതായി ഇതിന് അവാർഡ് കൊടുത്ത റോട്ടറി ക്ലബ്ബ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നെ വിളിച്ചു. ഈ റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്നത് 3211 എങ്ങാണ്ട് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. ഈ 5 ജില്ലകൾ ചേരുന്ന ഒരു റവന്യൂ ജില്ല എന്ന് റോട്ടറിയുടെ ഭാഷയിൽ പറയുന്നത്. അതിനൊരു സംവിധാനമൊക്കെ ഉണ്ട്. അതിനൊരു ഗവർണറുണ്ട്, അതിന് 40 പേരോ മറ്റോ അസിസ്റ്റൻറ്റ് ഗവർണർമാരുണ്ട്. അവരൊരു സംവിധാനത്തിലാണ് പോകുന്നത്. ഇത് ഈ പറഞ്ഞ റോട്ടറി ഇൻ്റർനാഷണൽ റോയൽ എന്ന് പറയുന്നത് ഇദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ നിന്നുകൊണ്ട് താഴെ ഗ്രൗണ്ടിലൊന്നും ബന്ധമില്ലാത്ത ഒരു പേര് വെച്ച് പുള്ളി ഒരു സാധനം ഉണ്ടാക്കിയെടുത്തതാണ്. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് പുള്ളിയുടെ ഭാര്യ തന്നെയാണ് സെക്രട്ടറി. പിന്നെ അതുപോലെ തന്നെ ബന്ധുക്കളായ 7 പേരോ മറ്റോ ആണ് ഇതിലെ അംഗങ്ങൾ.
പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് 5 ലക്ഷം രൂപയുടെ PhD റെഡിയാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. പുള്ളി ഒരു സുവിശേഷകനൊക്കെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് എല്ലാവരും ചെയ്യുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, അതിൻ്റെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനതൊന്ന് വായിച്ച് നോക്കിയായിരുന്നു. അതിൻ്റെ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ് വളരെ വിഭിന്നമാണ്. കാരണം റോട്ടറി ഇൻ്റർനാഷണൽ പറയുന്നത് ടു പ്രൊവൈഡ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ്, എൻകറേജ് ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഓൾ വൊക്കേഷൻസ് ആൻഡ് അഡ്വാൻസ്ഡ് വേൾഡ് അണ്ടർസ്റ്റാൻഡിംഗ്, ഗുഡ് വിൽ ആൻഡ് പീസ് ത്രൂ എ ഫെലോഷിപ്പ് ഓഫ് ബിസിനസ്, പ്രൊഫഷണൽ ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്. അതാണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ. കീ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സർവീസ് ടു അതേഴ്സാണ്, പ്രൊമോട്ടിംഗ് ഇൻറ്റഗ്രിറ്റിയാണ്. ബെസ്റ്റ് ഇൻറ്റഗ്രിറ്റിയാണ് നമ്മുടെ പ്രിൻസിക്കുള്ളത്. പിന്നെ അഡ്വാൻസിങ് ഗുഡ് വിൽ ആൻഡ് പീസ്, ഈ സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ആ സിസ്റ്റർ നയിച്ച അല്ലെങ്കിൽ സഹിച്ച ഒരു ത്യാഗം വളരെ വലുതാണ്. ഇനി ഏരിയാസ് ഓഫ് സർവീസ് എന്തൊക്കെയാണ്? പ്രൊമോട്ടിംഗ് പീസ്, ഫൈറ്റിംഗ് ഡിസീസ്, പ്രൊവൈഡിങ് ക്ലീൻ വാട്ടർ, ഇംപ്രൂവിംഗ് മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, സപ്പോർട്ടിംഗ് എഡ്യൂക്കേഷൻ, ഗ്രോയിങ് ലോക്കൽ എക്കണോമീസ്, പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ്. ഇതിനെല്ലാം ഘടകവിരുദ്ധമാണ് ഈ ഹിജാബുമായി കേരളത്തിലുണ്ടായ വിവാദങ്ങൾ. പിന്നെ സർവീസ് എബോവ് സെൽഫ്, സർവീസ് സെൽഫിനേക്കാൾ വലിയ സർവീസ്, ഒബ്ജക്റ്റീവ് ഓഫ് റോട്ടറി എന്ന് പറഞ്ഞിട്ട് നിങ്ങളതിൽ നോക്കിയാൽ കാണും. അപ്പോൾ ഇതിലൊന്നും ചേരുന്ന ഒരു സംഗതിയല്ല. അത് പുള്ളി ഈ പറഞ്ഞതുപോലെ പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സാധനത്തിൽ പുള്ളി തന്നെ പ്രിൻ്റ് ചെയ്ത് ഒരു സംഗതി കൊടുക്കുന്നുവെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് സാധാരണ ഈ കാർഡിനകത്തൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഡിസ്ട്രിക്ട് ഗവർണറുടെയും അസിസ്റ്റൻറ്റ് ഗവർണറുടെയും അതുപോലെ നാഷണൽ ലെവലിലുള്ള ആളുടെയൊക്കെ ചിത്രം കാണും. ഇത് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുടുംബ കൂട്ടായ്മയിൽ എനിക്കിഷ്ടമുള്ള ഒരാളിന് എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നു എന്ന തരത്തിൽ കണക്കാക്കിയാൽ മതിയെന്നാണ് റോട്ടറിയുടെ ആളുകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഏതായാലും അത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു.